ഈ മെയ് 4-ാം തീയതി വ്യാഴാഴ്ച 9 മണി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാട്ട് കേൾക്കാൻ പോവുകയാണല്ലോ. കുഞ്ഞുങ്ങളോടൊത്ത് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണല്ലോ. പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാട്ട് പാടുന്നതിന് വേണ്ടി ഷെർലിനെയും ഷോണിനെയും വളരെ സ്നേഹത്തോടെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. Praise the Lord. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എന്റെ സർവ്വവും. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എന്റെ സർവ്വവും. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. Praise the Lord. Hallelujah. Thank you so much. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാന് രാത്രികാലം കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്താവ് സഹായിച്ചല്ലോ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ ഭാവിയിലും വിശ്വാസത്തിൽ വർദ്ധിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ടും അനേകർക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലവും നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവം വേറെ ഇല്ലല്ലോ. ആമേൻ. ആ ദൈവത്തിൽ ആശ്രയിപ്പാനും ചാരുവാനും ആ ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സർവ്വസ്വവുമാണെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ആ ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് നമ്മളെ പിന്നെയും സഹായിക്കട്ടെ.
ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച്. ഇനി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമ്മൾ പോവുകയാണല്ലോ. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ രാത്രികാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കേണ്ടതിന് പാസ്റ്റർ രഞ്ജൻ ജോർജിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ലൈനിലേക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കും. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി, ഈ പ്രളയത്തിന്റെ പ്രവർത്തിക്കുന്ന കുടുംബങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ദുസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിന്റെ തിരുവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൂതിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10:38. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം ഞാൻ വായിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ കേൾക്കുക. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയെല്ലാം സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയെല്ലാം സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന് അനവധി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ വചനത്തിൽ നിന്ന് തന്നെ ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ ഇന്ന് വളരെ പ്രാർത്ഥനയോട് ദൈവമക്കളായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിലെ 44-ാമത്തെ പുസ്തകമാണ്. യേശുക്രിസ്തുവിന്റെ മേലുള്ള പരിശുദ്ധാത്മാവ് തന്റെ ശിഷ്യന്മാരുടെ മേൽ വന്ന് അവരിലൂടെ പ്രവർത്തിച്ച പ്രവർത്തികളുടെ ചരിത്രമാണ് 28 അധ്യായങ്ങളിൽ 40 വർഷത്തെ ദൈവസഭയുടെ ചരിത്രമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭ അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാത്തിരുന്നവരുടെ മേൽ വാഗ്ദത്ത നിവർത്തി പരിശുദ്ധാത്മാവെന്ന രൂപത്തിൽ ഇറങ്ങി വരികയും അത് ശക്തിയായി അവരുടെ മേൽ വ്യാപരിക്കുകയും അവർ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസഭയുടെ ആരംഭം കുറിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ദൈവസഭ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. പിന്നീട് നമ്മളുള്ള ആ 40 വർഷത്തെ ചരിത്രം 28 അധ്യായങ്ങളിലൂടെ ദൈവസഭയുടെ 40 വർഷത്തെ ചരിത്രം നമ്മൾ പഠിച്ചാൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവവചനത്തിനുമാണ് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എവിടെയുണ്ടോ അവിടെ ഈ 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 1, പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കും. 2, ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കും. 3, ദൈവവചന ധ്യാനത്തിന് പ്രസംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ഈ അപ്പോസ്തല പ്രവർത്തന പുസ്തകം 28 അധ്യായത്തിൽ 19 പ്രസംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പത്രോസിന്റെ 8 പ്രസംഗം, പൗലോസിന്റെ 9 പ്രസംഗം, സ്തെഫാനോസിന്റെ 1 പ്രസംഗം, യാക്കോബ് യേശു കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്റെ 1 പ്രസംഗം, അങ്ങനെ 19 പ്രസംഗം നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 50% ദൈവവചനമാണ് ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം ഈ ദൈവസഭയ്ക്കകത്തുണ്ട് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ 28 അധ്യായങ്ങളിൽ 40 വർഷത്തെ ദൈവസഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിന് പ്രാധാന്യമില്ലാത്ത ഒന്നും ദൈവസഭയല്ല. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നും ദൈവസഭയല്ല. അതേതോ ഒരു കൂട്ടം, ഒരു പ്രാർത്ഥനാ കൂട്ടം എന്ന് നമുക്ക് അതിനെ വേണേൽ പറയാം. പക്ഷെ അതിന്റെ ആധികാരികത ദൈവത്തിൻ്റെതാണെന്ന് പറയുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകണം. ആത്മാവ് നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, ഒരു സഭയിൽ വന്നു കഴിഞ്ഞാൽ, ഒന്നാമത് അവിടെ വെളിപ്പെടുന്നത് അന്യഭാഷ അടയാളത്തോടുകൂടിയ ആരാധനയാണ്. 2, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഭയം മാറുന്ന അനുഭവങ്ങളാണ്. ഭയം മാറി, പേടി മാറി, യേശു കർത്താവിനെ ഉയർത്തുവാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3, ഞങ്ങളിൽ ആരാ വലിയവൻ എന്നുള്ള ചിന്തകൾ മാറുകയാണ്. ഏക സ്വഭാവത്തിലേക്ക് വരുന്ന രംഗമാണ് പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4, ഭൗതികമായ താല്പര്യങ്ങൾക്ക് അതീതമായി
യേശു കർത്താവിനെ ഉയർത്തുന്ന, യേശു കർത്താവിനെ മുൻപിൽ നിർത്തുന്ന അനുഭവമൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉള്ളിടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കൂട്ടങ്ങളിൽ, സഭകളിൽ നിന്ന് പറയുന്ന നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ഈ പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അവിടെ പ്രാർത്ഥനയും ആരാധനയും ദൈവവചനവും ഉണ്ടാകും. ഭയങ്ങൾ മാറിപ്പോകും. ആത്മനിറവിലുള്ള ആരാധനയിൽ ഭയം മാറിപ്പോകും. യേശു കർത്താവിനെ ഉയർത്തുവാനുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ വെളിപ്പെടും. 3, ആരാ വലിയവനെന്നുള്ള അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, അസൂയയുടെ ഒക്കെ ഒരു ആത്മാവുണ്ടല്ലോ, അതെല്ലാം മാറിപ്പോകും. അടുത്തത് ഭൗതികമായ ചിന്തകൾക്കപ്പുറമായിട്ട് ആത്മീയ ചിന്തകൾക്ക് പ്രാധാന്യം നൽകും. അതൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള കൂട്ടത്തിൽ സംഭവിക്കുന്നത്. അതാണ് ഈ അപ്പോസ്തല പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം മുതൽ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആരംഭിച്ച ദൈവസഭയുടെ ആരംഭം മുതൽ പിന്നീട് 28 അധ്യായങ്ങളിൽ 40 വർഷത്തെ ആ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെയെല്ലാം നമുക്ക് കാണുന്നത് ആത്മ നിയന്ത്രണത്തിലുള്ള ഒരു സഭയുടെ ജയത്തിന്റെ ചരിത്രമാണ് ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. അതൊരു പ്രസംഗത്തിനകത്തെ ഒരു വേടാണ് നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 19 പ്രസംഗം ഇതിനകത്തുണ്ട്. അതിൽ പത്രോസിന്റെ 8 പ്രസംഗമുണ്ട്. അതിലെ ഒരു പ്രസംഗമാണ് കൊർന്നല്യോസ് എന്ന ജാതീയനായ മനുഷ്യന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് പത്രോസ് കടന്നു എന്ന് യേശു കർത്താവിനെ ഉയർത്തുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് അദ്ദേഹത്തെ അവിടേക്ക് അയച്ചത്. നമുക്ക് ആ ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ആത്മനിയന്ത്രണത്തിൽ നിൽക്കുന്ന പത്രോസ് യേശു കർത്താവിനെ ഉയർത്തുകയാണ്. അവിടെ ഒരു രംഗമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രോസ് ഒരു മരിച്ച സഹോദരിയെ ഉയർപ്പിച്ചു. അപ്പോൾ പത്രോസിനെ ആ ദേശക്കാർക്ക് മുഴുവൻ അറിയാം. പത്രോസ് ആ ഭവനത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ ജാതീയനായ കൊർന്നല്യോസിന് വലിയ സന്തോഷമായി. അദ്ദേഹം അടുത്തുള്ള ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി, അടുത്തുള്ള ഭവനക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി. അവിടെ ഒരു മീറ്റിംഗ് ക്രമീകരണം ചെയ്യുകയാണ്. അതും ആത്മനിയന്ത്രണത്തിലാണ്. പത്രോസ് ആത്മനിയന്ത്രണത്തിൽ അവിടെ കടന്നു വരുമ്പോൾ ഈ കൊർന്നല്യോസ് ഓടി വന്ന് അവന്റെ കാൽക്കൽ വീണവനെ നമസ്കരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അവന്റെ കാൽക്കൽ വീണവനെ നമസ്കരിക്കുകയാണ്. ശ്രദ്ധിക്കണം ദൈവമക്കൾ. കാരണം പത്രോസ് ഇപ്പോൾ ആ ദേശം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദേവദാസനാണ്, മരിച്ചയാളെ ഉയർപ്പിച്ചവനാണ്. അതുകൊണ്ടാണ് ആ ഭക്തി വെളിപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. എന്നാൽ ഉടൻ ആത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവാണ്. ആത്മനിയന്ത്രണത്തിലാണ് പത്രോസ് കടന്നു വന്നെന്നുള്ളത് തെളിവാണ്. ഉടൻ അദ്ദേഹം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്, ആരാധിക്കേണ്ടത് നമസ്കരിക്കേണ്ടത് തന്നെയല്ല, നമസ്കരിക്കേണ്ടത് ദൈവത്തെയാണ്. ശ്രദ്ധിക്കണം ദൈവമക്കൾ. ഈ അമിതമായ ആദരവുകൾ ദൈവവചന വിരുദ്ധമാണ്. ഒരിക്കൽ കൂടെ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഞാൻ വിളിച്ചു പറയാം, അമിതമായ ആദരവുകൾ ദൈവവചന വിരുദ്ധമാണ്. എത്ര അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവദാസനാണെങ്കിലും, എത്ര നല്ല പ്രസംഗകനാണെങ്കിലും നിങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തെ വിഗ്രഹമാക്കരുത്. കാരണം അത് വചനവിരുദ്ധമാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ വചനം കേൾക്കാൻ വേണ്ടിയാണ് പത്രോസിനെ വിളിപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്. വചനം പറയാൻ വേണ്ടിയാണ് പത്രോസിനെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ട് അയച്ചത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരുടെയും മുൻപിൽ പത്രോസിന്റെ കാൽക്കൽ വീണവൻ നമസ്കരിക്കുകയാണ്. ഉടൻ നല്ലതാണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയല്ല, ഉടൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ ചെയ്യരുത്. ഇത് തന്നെ പൗലോസ് ആവർത്തിച്ചു. അങ്ങനെ ചെയ്യരുത്. ഞങ്ങളും നിങ്ങളെ പോലെയുള്ള മനുഷ്യരാണ്. ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്, വണങ്ങേണ്ടത് ദൈവത്തെയാണ്, ആദരിക്കേണ്ടത് ദൈവത്തെയാണ്. മനുഷ്യരെ ബഹുമാനിക്കാം, പക്ഷെ ആദരവിലേക്ക് പോയാൽ അത് കാളക്കുട്ടിയാണ്, അത് ദൈവിക വചന വിരുദ്ധമാണ്, അത് സത്യാരാധന അല്ലെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ പാസ്റ്റർമാരെ ഉയർത്തുന്ന, പ്രസംഗകരെ ഉയർത്തുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സഭയെ കുറിച്ച് പറയുന്ന ആളുകളെ ശ്രദ്ധിക്കാറുണ്ട്. സഭയല്ല ഉയർത്തപ്പെടേണ്ടത്, ദൈവദാസന്മാരല്ല ഉയർത്തപ്പെടേണ്ടത്, അത്ഭുതം ചെയ്യുന്നവരല്ല ഉയർത്തപ്പെടേണ്ടത്, പ്രസംഗിക്കുന്നവരല്ല ഉയർത്തപ്പെടേണ്ടത്, മനുഷ്യരല്ല ഉയർത്തപ്പെടേണ്ടത്. അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ലക്ഷണം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഉള്ള കൂട്ടത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഓക്കെ, ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ ആ ഭവനത്തിൽ പത്രോസ് എഴുന്നേറ്റുകൊണ്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ തുടങ്ങി. അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ മുൻപിൽ വെച്ച് യേശുവിനെ ഉയർത്തുകയാണ്. അങ്ങനെ പ്രസംഗിച്ചു വരുന്ന വേദഭാഗത്തിനകത്ത് ഒരു വേദഭാഗമാണ്, നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന്
അദ്ദേഹം പ്രസംഗത്തിൽ പ്രസ്താവിക്കുകയാണ്. എന്താ പറഞ്ഞത്? നസ്രനായ യേശുവിനെ ദൈവം, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതുകൊണ്ട് ദൈവം അവന്റെ കൂടെ ഇരുന്ന് നന്മ ചെയ്യിപ്പിച്ചു. പിശാച് ബാധിച്ചവരെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. ഇതാണ് വിഷയം. അപ്പോൾ ശ്രദ്ധിക്കണം, യേശു കർത്താവ് തന്നെ ഓരോ പ്രവൃത്തി, ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം ദൈവാത്മാവിനാലാണെന്ന് വ്യക്തമായിട്ട് പുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. കണ്ടോ, അദ്ദേഹം പറഞ്ഞ വാക്ക് കണ്ടോ? ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെ ഉണ്ട്, അവന്റെ മേൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ രക്തസ്വരമുള്ള സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ മേൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിനകത്ത് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് പറയുവാൻ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ദൈവത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് യേശു ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറയുന്നത്, ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് ഒലിവുമലയിൽ വെച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ആ ഉയർപ്പ് കാണിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ ശേഷം ഒലിവുമലയിൽ അവൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ കാത്തിരിക്കുമ്പോൾ ശക്തി നിങ്ങളുടെ മേൽ ലഭിക്കും. ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. അപ്പോൾ ആത്മാവിന്റെ ശക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വ്യക്തിപരമായി പറയാം, ഒരു ദൈവ പൈതലിനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ഈ ഭൂമിയിൽ ജയത്തോടെ ജീവിക്കാൻ കഴിയില്ല. പെന്തക്കോസ്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് നാം കാണുന്ന കെട്ടിടങ്ങളല്ല നമ്മുടെ ബലമെന്ന് പറയുന്നത്. ഇന്ന് നാം കാണുന്ന ബാങ്ക് ബാലൻസ് അല്ല നമ്മുടെ ബലമെന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ഭൗതികമായിരിക്കുന്ന പശ്ചാത്തലങ്ങളൊന്നുമല്ല ദൈവമക്കളുടെ, ദൈവസഭയുടെ ബലമെന്ന് പറയുന്നത്. ദൈവമക്കളുടെ ബലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ കാലയളവിൽ അത് തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലെ ഭയത്തിന് കാരണം, ഞാൻ ആരാ വലിയവനെന്നുള്ള ആ വികൃതമായ ചിന്തകൾക്ക് കാരണം, ഭിന്നതയ്ക്ക് കാരണം, ഭൗതികമായ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ദൈവിക നന്മ നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മൾ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് നമ്മൾ മടങ്ങി വരേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്കാണ്. ദൈവമക്കൾ അത് മനസ്സിലാക്കണം. അതാണ് ഇന്ന് പകൽക്കാലം ഈ ദിവസം ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന്റെ ആത്മനിയന്ത്രണത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം. ആത്മശക്തിയിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം. യേശു കർത്താവ് ഭൂമിയിൽ ജയത്തോടെ അവന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ കാരണം അവൻ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. പിതാവായ ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ടാണ് നന്മ ചെയ്യുവാൻ അവന് കഴിഞ്ഞത്, പിശാചിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പല തരത്തിൽ പിശാച് ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിൽ ദൈവമക്കളെ വശീകരിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകളെ വശീകരിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുന്ന ആഹാബ്യ ശക്തികൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകം മുഴുവനെ ഭീഷണിപ്പെടുത്തി ഒതുക്കുന്ന ഇസബേലിയ വ്യാപാരങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന പാഴ്സി പ്രഭുക്കന്മാരുടെ വ്യാപാരങ്ങൾ ഭൂമിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തലമുറയെ വശീകരിച്ച് വഷളാക്കുന്ന തകർക്കുന്ന അഥല്യയുടെ വ്യാപാരങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷക്തന്മാരെ വശീകരിച്ച് വഷളാക്കുന്ന ബാരാക്കിന്റെ വ്യാപാരം ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറയെ ശ്വാസം മുട്ടിച്ച് തകർക്കുന്ന ഫറവോന്യ വ്യാപാരം ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, അങ്ങനെ പലതരത്തിലുള്ള വ്യാപാരങ്ങൾ ഇന്ന് ഭൂമിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളുടെ ഇടയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളുടെ ഇടയിൽ തന്നെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഭയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പരാജയങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനയുടെ മറുപടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കും ദൈവമക്കളെ, നമുക്കൊരു തിരിച്ചറിവ് വേണമെങ്കിൽ, തിരിച്ചു നമ്മൾ ഹല്ലേലൂയ പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ആത്മനിറവുള്ള അന്യഭാഷയിലുള്ള ആരാധന ആവശ്യമാണ്. സ്റ്റേജ് തകർക്കുന്ന ആത്മീയ ബുദ്ധിയുടെ ആരാധന മതിയാകത്തില്ല. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ ആത്മശക്തിയുടെ ആരാധന വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ.
ബുദ്ധിയുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആത്മശക്തിയുടെ പ്രാർത്ഥന വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവത്തോട് ബന്ധപ്പെട്ട് ആത്മാവിൽ നിന്നുകൊണ്ട്, ആത്മശക്തിയിൽ നിന്നുകൊണ്ട് പിശാചിനെ വെട്ടുന്ന പ്രാർത്ഥനയിലേക്ക് ദൈവമക്കൾ മടങ്ങി വന്നേ നമുക്ക് ജയത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ആ രംഗം ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശു കർത്താവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിലാണ്. ആത്മാവിലാണ് യേശു കർത്താവ് ജനിച്ചത്. മറിയയുടെ അടുക്കിലേക്ക്, കന്യകയായിരുന്നു മറിയയുടെ അടുക്കിലേക്ക് ദൂതൻ വന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ലോകത്തിന്റെ രക്ഷകനാകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൾ ഭയപ്പെട്ടു പോയി. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പുരുഷനെ അറിയാതെ എനിക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല. കേട്ടത് നല്ല വാർത്തയാണെങ്കിലും അതിന് സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ദൂതൻ അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, അങ്ങനെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അപ്പോൾ യേശു ജനിച്ചത് ആത്മാവിലാണ്. അവൾ പറഞ്ഞു, ആ കാര്യം മനസ്സിലായപ്പോൾ അവൾ പറഞ്ഞു, അടിയനിത അങ്ങയുടെ ഇഷ്ടം പോലെ. ആ സമയത്ത് അവളുടെ ഉദരത്തിൽ യേശു കർത്താവ് ഉരുവായി. അപ്പൊ യേശു കർത്താവിന്റെ ജനനം പരിശുദ്ധാത്മാവിലാണ്. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്നതും രക്ഷിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാലാണ്. ആ ആത്മാവിൽ ജനിച്ച യേശു കർത്താവിന്റെ ജീവിതം ഒന്ന് പഠിക്കണം. ഇന്ന് നമുക്ക് ബാക്കിയെല്ലാം അറിയാം, യേശു കർത്താവിന്റെ ജീവിതം അറിയില്ല. അനുകരിക്കേണ്ടത് യേശുവിന്റെ ജീവിതമാണ്. ഓരോ കൂട്ടായ്മയും എന്തിനാണെന്ന് അറിയാമോ? ഈ പ്രയർ ലൈൻ ഇന്ന് ഈ പ്രസംഗം എന്തിനാണെന്ന് അറിയാമോ? ഈ പ്രാർത്ഥന എന്തിനാണെന്ന് അറിയാമോ? ഈ കൂടിവരവ് എന്തിനാണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ. അതിന് യേശു ക്രിസ്തുവിന്റെ ജീവിതം നാം പഠിക്കണം. മോശയും അഹ്റോനും എല്ലാം നല്ലതാണ്. കാനാവിലെ കല്യാണം നല്ലതാണ്. യോർദാനും ചെങ്കടലും നല്ലതാണ്. അതൊക്കെ നമുക്ക് ദൈവത്തോട് അടുക്കാനുള്ള അവസരമാണ്. പക്ഷെ യേശുവിന്റെ ജീവിതം പഠിക്കാതെ ഇതെല്ലാം കേട്ടിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലാണ്. ആത്മാവിലാണ് യേശു ജനിച്ചത്. ഇനി ആത്മാവിൽ ജനിച്ചവന്റെ ലക്ഷണം നിങ്ങൾക്കറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് 2-ാം അധ്യായം 41-ാം വാക്യത്തിൽ അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. കേട്ട്, ആത്മാവിൽ ജനിച്ചവൻ ദൈവസന്നിധിയിൽ എപ്പോഴും പോകും. അവൻ പള്ളിയിൽ പോകും. അവന്റെ അമ്മയപ്പന്മാരുടെ കൂടെ അവൻ പള്ളിയിൽ പോകുകയാണ്. ശ്രദ്ധിക്കണമേ, ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമേ. അമ്മയപ്പന്മാരുടെ കൂടെ പള്ളിയിൽ പോകുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഇവിടെ ആത്മാവിൽ ജനിച്ചവൻ, ദൈവത്തിന്റെ പുത്രനായിരുന്നവൻ, സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, മനുഷ്യവേഷത്തിൽ താഴഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ രൂപത്തിൽ ജീവിച്ചവൻ, പക്ഷേ സാക്ഷാൽ ദൈവമാണവൻ. ആ ദൈവപുത്രൻ 12-ാമത്തെ വയസ്സിൽ അപ്പനമ്മമാരുടെ കൂടെ പള്ളിയിൽ പോയെന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്, ആ പള്ളിയിൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ ശേഷം അമ്മയപ്പന്മാർ മടങ്ങി. യേശുവിനെ കൂട്ടാതെ മടങ്ങി, കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു മടങ്ങി. അവസാനം യേശു കൂടെയുള്ളത് മനസ്സിലാക്കി മടങ്ങി പള്ളിയിൽ ചെന്നപ്പോ അവൻ പള്ളിയിലുണ്ട്. അവർക്ക് വിഷമമായി. അവർ ചോദിച്ചു, എന്തേ നീ ഞങ്ങളെ വിട്ട് പോയത്? എന്തേ ഞങ്ങളുടെ കൂടെ വരാൻ നിനക്ക് മനസ്സിലാഞ്ഞത്? ഉടൻ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ശ്രദ്ധിക്കണമേ, ആ 2-ാം അധ്യായത്തിനകത്ത് വാക്യമാണ് 40-ാം വാക്യം. എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ അവന് ആ പള്ളി ദൈവസന്നിധിയാണെന്നുള്ള ബോധ്യമുണ്ട്. അത് പിതാവിന്റെ ആലയമാണെന്നുള്ള ബോധ്യമുണ്ട്. 12 വയസ്സുള്ള ആ കുഞ്ഞിന്, ആ കൊച്ചു മകന് പള്ളി എന്ന് പറയുന്നത് വേറെ ഒരു പരിപാടിക്കുള്ളതല്ല, വെറും ഒരു കൂട്ടായ്മയ്ക്കുള്ളതല്ല. അത് പിതാവിന്റെ ആലയമാണെന്ന്, ദൈവത്തിന്റെ സന്നിധിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെയാണ് അവൻ ജീവിച്ചത്. വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ തലമുറയെ നമ്മൾ കൂടി വരുന്ന കൂടിവരവുകൾ ദൈവസന്നിധിയാണെന്നുള്ള ബോധ്യത്തോടുകൂടിയാണോ വളർത്തുന്നത്? പരാജയം അവിടെ തുടങ്ങുകയാണ്. ഒന്ന് ആത്മാവിൽ ജനിക്കുക. ആത്മാവിൽ ജനിച്ചവൻ കൂടിവരവുകൾ, യേശു കർത്താവിന്റെ നാമത്തിൽ നാം കൂടി വരുന്ന കൂടിവരവുകൾ അലക്ഷ്യമാക്കുന്നുണ്ടോ? അത് വെറും ഒരു എന്റർടൈൻമെന്റ്, ആഘോഷത്തിന് വേണ്ടിയുള്ള അവസരങ്ങളാക്കി മാറ്റുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പരാജയപ്പെടുകയാണ്. ആത്മശക്തി ഇല്ലാത്ത ഒരു കൂട്ടമായി മാറുകയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, 12-ാമത്തെ വയസ്സിൽ അവന് ബോധ്യമുണ്ട്, ഞാൻ ഇരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഞാൻ വന്നെങ്കിലും ഞാൻ ഇരിക്കുന്നത് എന്റെ അപ്പന്റെ സന്നിധിയിലാണ്.
പിതാവിന്റെ ആലയത്തിലാണ്, ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വളരെ ദുഃഖത്തോടുകൂടെ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ എവിടേക്കാണ് വരുന്നത്? നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ മാതാപിതാക്കന്മാരുടെ കൂടെ ആ തലമുറകളുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ആ സന്നിധി ദൈവസന്നിധിയാണെന്നുള്ള ബോധ്യത്തിലാണ് അവർ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ആത്മാവിൽ ജനിച്ചവന്റെ ഒന്നാമത്തെ ലക്ഷണം ദൈവത്തിന്റെ സന്നിധിയ ബോധം അവനുണ്ടാകും, ദൈവസന്നിധി ബോധം അവനുണ്ടാകും. രണ്ടാമത്, ആ ഭാഗത്ത് വരെ താഴോട്ട് വായിക്കുമ്പോൾ അവൻ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. ശ്രദ്ധിക്കണം, 30 വയസ്സുവരെ അവൻ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. ആരാണ് ഇവൻ? 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാരുടെ പോലും തർക്കിച്ച് ജയിക്കുവാൻ കഴിവുള്ള കൃപയുള്ളവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, അപ്പനമ്മമാരെക്കാൾ കൃപ ഒത്തിരിയുള്ളവൻ. പക്ഷെ അവൻ 30 വയസ്സുവരെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. ആത്മാവുള്ളവന്റെ ലക്ഷണമാണത്. ആത്മാവിൽ നിറയാൻ പോകുന്നവന്റെ ലക്ഷണമാണത്. ആത്മശക്തി വ്യാപരിക്കാൻ പോകുന്നവന്റെ ലക്ഷണമാണത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കീഴ്പ്പെട്ടിരിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ? സ്വല്പം ഒരു വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ, സ്വല്പം അറിവുകളൊക്കെ ഒന്ന് വർദ്ധിച്ചു കഴിയുമ്പോൾ, മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ആ രംഗബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയുടെ നടുവിലല്ലേ നമ്മളായിരിക്കുന്നത്. പരാജയപ്പെടും. സൂക്ഷിക്കണം. മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം, അവരെ ബഹുമാനിക്കാൻ പഠിക്കണം, അവരെ അനുസരിക്കാൻ പഠിക്കണം, അവരെ മാനിക്കാൻ പഠിക്കണം. അത് കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, എനിക്ക് എന്റെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരെ ബഹുമാനിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അവരെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതാണ് ദൈവത്തിന്റെ പ്രമാണം, അതാണ് ആത്മാവുള്ളവന്റെ ലക്ഷണം, അതാണ് ആത്മശക്തി വെളിപ്പെടുവാനുള്ള ഒരു കാര്യം. അതാണ്. അല്ലാതെ കിടന്ന് ദൈവമക്കളെയും മാതാപിതാക്കന്മാരെയും ബഹുമാനിക്കുകയില്ല, ദൈവസന്നിധി എന്നുള്ള ബോധമില്ല, നമ്മൾ സ്റ്റേജിൽ കിടന്ന് ചാടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, അവസാനം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിനെ നോക്കി പഠിക്കണം. എങ്ങനെയാണ് പിതാവായ ദൈവനെ ആത്മാവിൽ നിറച്ചത്? 30 വയസ്സ് വരെ അവൻ മാതാപിതാക്കന്മാർ കീഴ്പ്പെട്ടിരുന്നു. 30ാമത്തെ വയസ്സിൽ അവൻ യോർദാനിലേക്ക് നടന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, പിതാവിനോട് നീതി നിവർത്തിക്കുവാൻ. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ സകല നീതി നിവർത്തിക്കണം. ഇത് പിതാവിനോടുള്ള നീതിയാണ്, ദൈവത്തോടുള്ള നീതിയാണ്. ആ നീതി നിവർത്തിക്കുവാൻ അവൻ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. കണ്ടോ ആ ബോധ്യം കണ്ടോ, ആ ബോധം കണ്ടോ? എവിടെയാ? പള്ളിക്കകത്ത് പ്രാർത്ഥിച്ചെന്നല്ല, 4 പേരുള്ള കൂട്ടത്തിന് നടുവിൽ നിന്ന് പ്രാർത്ഥിച്ചെന്നല്ല. അവൻ സ്നാനപ്പെട്ട് കയറി അവൻ സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്ന് അവനെ നിറച്ചു. ഒരു നിറവ് വരിക. ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിൽ നിറയുകയാ. ഒന്നാമത്തെ പടി ആത്മാവിൽ ജനിക്കണം, രണ്ടാമത് ആത്മാവിൽ നിറയണം. അടുത്ത വാക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിന്നെ അവനെ നയിക്കുന്നത്, ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവനെ നയിക്കുന്നത് ജോസഫോ മറിയല്ല, അവനെ നയിക്കുന്നത് അവന്റെ സഹോദരങ്ങളല്ല, അവനെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 40 ദിവസം പിതാവിന്റെ സന്നിധിയിൽ മരുഭൂമിയിൽ പിതാവായ ദൈവത്തോട് ചേർന്നിരുന്ന ശേഷം ആ സമയത്തൊക്കെ അതിൽ പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്ന് പറയുന്നു ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ. വിശന്ന് അവൻ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ, ശ്രദ്ധിക്കണം ദൈവമക്കൾ, അവൻ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പിശാച് അവനെ പരീക്ഷിക്കുവാൻ രംഗത്ത് വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അത് പൂർണ്ണ തോതിൽ നിവർത്തിക്കണമെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനെ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനെ തോൽപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയാട്ട്, ആത്മാവിൽ നിറഞ്ഞവൻ ആത്മാവ് പറഞ്ഞതനുസരിച്ച് പിതാവായി ദൈവത്തോട് ചേർന്നിരുന്ന് വചനത്തോട് ചേർന്നിരുന്ന് ഹല്ലേലൂയ ഭക്ഷിച്ച ശേഷം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവന് പുറമേ ഉള്ള ശരീരം വിശന്നു, പുറമേയുള്ള മനുഷ്യന് വിശപ്പുണ്ടായി. ആ സമയത്ത് പിശാച് വന്ന് പരീക്ഷിക്കാൻ വരികയാ. 3 പരീക്ഷണങ്ങളാ. ശ്രദ്ധിക്കണം. എന്താ ഒന്നാമത്തെ പരീക്ഷണം? പിശാചിന് മനസ്സിലായി ഇവൻ വിശന്നു വരികയാ. പിശാച് 40 ദിവസം പരീക്ഷ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവന് മനസ്സിലായി യേശു കർത്താവ് അത് വിശന്ന് താഴോട്ട് വരുമ്പോൾ പിശാച് മുൻപിൽ വന്ന് പറയുകയാണ്, നോക്ക്, നീ ദൈവപുത്രനല്ലേ, കൃപയൊക്കെ പ്രാപിച്ചല്ലോ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഇറങ്ങി വരികയല്ലേ, നോക്ക് നീ വിശന്നിരിക്കുകയാണല്ലോ.
ആ തളർച്ച മാറുവാൻ ഒരു കാര്യം നോക്ക്. താണ്ട കല്ലെല്ലാം കിടക്കുന്നത് കണ്ടോ? അത് നീ പറഞ്ഞാൽ അപ്പമാകും. അതിനുശേഷം നീ ആ അപ്പം ഭക്ഷിച്ച് ബലപ്പെട്. കണ്ടോ ദൈവമക്കളെ, ഉപദേശം ആരുടെയാണെന്ന് നോക്കിയാട്ട് ദൈവവചനത്തിൽ ബലപ്പെട്ടവൻ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പിശാച് അവനെ ഉപദേശിക്കുകയാണ്. അവന്റെ കാര്യത്തിന് വേണ്ടി അവന്റെ അടുക്കലേക്ക് ചെല്ലുക. നീ അവൻ രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക, ക്ഷീണം മാറാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക, സ്വന്തം കാര്യം നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. ശ്രദ്ധിക്കണം, ദൈവപ്രവർത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ സ്വന്തം കാര്യത്തിലേക്ക് തിരിയണമെന്ന് പിശാച് ഉപദേശിച്ചു കൊടുക്കുന്നത് കണ്ടോ? നല്ല കാര്യമാ കേൾക്കുമ്പോ. കാരണം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ. അങ്ങനെ ഇങ്ങനെ ഇന്നത്തെ കാലത്തെ രീതി ഞാൻ പറയാം. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ, ആ വിളിയിൽ ഇറങ്ങിയതല്ലേ. ജോലി നല്ലതാണ്. ജോലി കിട്ടിക്കഴിയുമ്പോൾ ജോലിയുടെ കൂടെ നമുക്ക് കുറച്ച് വേറെ ബിസിനസ്, സൈഡ് ബിസിനസ് കൂടെ ചെയ്താലും നല്ലതാണ്. കുറച്ച് വീടുകൾ വാങ്ങിക്കാം. അമേരിക്കയിലാണെങ്കിൽ കുറച്ച് വീടുകൾ വാങ്ങിക്കാം. 1 തുടങ്ങി, 2 തുടങ്ങി, 3 തുടങ്ങി, 4 തുടങ്ങി. ആരാണ് പേര്? ദൈവദാസൻ എന്നാണ്. വിളി എന്താണ്? ശുശ്രൂഷ എന്താണ്? അതെല്ലാം പോയി. കാരണം പിശാച് പറഞ്ഞതനുസരിച്ച് സ്വന്തം കാര്യത്തിലേക്ക് പതുക്കെ ലൈൻ മാറ്റി വിടുകയാ. മറ്റു ബിസിനസ്സിലേക്ക് ലൈൻ മാറ്റി വിടുകയാ. എന്താണ് വിളി? ദൈവവചനം പ്രസംഗിക്കാൻ. ഭൂലോകമെമ്പാടും പോയി കിട്ടുന്ന ഇടങ്ങളിലെല്ലാം ദൈവവചനം പ്രസംഗിക്കണം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം. ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തണം. ഇതാണ് വിളി, ശുശ്രൂഷയാണ് വിളി. പക്ഷെ ഇന്ന് ബിസിനസ്സുകാരനായി മാറി, ഇന്ന് വലിയ മുതലാളിയായി മാറി, ഇന്ന് പണമുള്ളവനായി മാറി, ഭൗതിക നന്മകളുടെ അകത്ത് കുത്തകയായി മാറി. ശ്രദ്ധിക്കണം, പിശാചിന്റെ അടവ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ യേശുവിനോട് പറഞ്ഞതാണ്, നിന്റെ വിളിയൊക്കെ എനിക്ക് മനസ്സിലായി, നീ ദൈവപുത്രനാണല്ലോ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, ഇപ്പം നിന്റെ കാര്യം നോക്ക്. വിശപ്പൊക്കെ ഉണ്ടല്ലോ, ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, നിന്റെ കാര്യം നോക്ക്. ഈ കല്ല് അപ്പമായി മാറാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമല്ലോ. നീ അപ്പമാക്കി മാറ്റി അപ്പം നിന്ന് ജീവിച്ച് സ്വൽപ്പകാലം മുൻപോട്ട് പോകും. കണ്ടോ, ലൈൻ മാറ്റി വിടുകയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിലേ, ഇവിടെ തുടങ്ങി പരാജയം. ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവൻ ശുശ്രൂഷ ചെയ്യാതെ, അതിന് പ്രാതിഥ്യം കൊടുക്കാതെ, അതിന് മുൻതൂക്കം കൊടുക്കാതെ, ദൈവം എന്താണോ തന്നിൽ ആഗ്രഹിച്ചത് ആ വിളിയുടെ ആശ മനസ്സിലാക്കാതെ പിശാച് പറഞ്ഞ കല്ലപ്പമാക്കി ജീവിക്കുന്ന ഒരു വലിയ കൂട്ടമുള്ളതാണ് പെന്തക്കോസ്തിന്റെ ശക്തി ക്ഷയിക്കാൻ കാരണം. എനിക്കറിയാം, ഇത് എന്നെ കല്ലെറിയുന്ന ഒരു അനുഭവമാണ്. അതെനിക്ക് വിജയമല്ല. കാരണം സ്തേഫാനോസ് ഒന്നേ പ്രസംഗിച്ചുള്ളൂ, എടുക്കടാ കല്ല്, എറിയടാ, തകർക്കടാ എന്ന് പറഞ്ഞു. അതേ അനുഭവങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വിഷയമല്ല. പക്ഷെ സത്യം അതാണ്. നമുക്ക് എല്ലാത്തിനും ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവൻ ശുശ്രൂഷയെ നമ്പർ 1 കാണണം. ഇവിടെ യേശു അതാണ് പഠിപ്പിച്ചത്. യേശുവിനെ നോക്ക്. യേശുവിന് മുൻപിൽ വിശന്നപ്പോൾ പിശാച് വന്ന് പറയുകയാണ്, ആദ്യം നിന്റെ കാര്യം നോക്ക്. നീ താഴോട്ട് ഇറങ്ങുന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗം അതിനുവേണ്ടിയാണ്. ക്രൂശാണ് നിന്റെ വിഷയം, എനിക്കറിയാം. പക്ഷെ ആദ്യം നിന്റെ കാര്യം നോക്ക്. ഈ കല്ലപ്പമാക്കി നീ ഭക്ഷിച്ച് ബലപ്പെട്. ഉടനെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഭാഷയിൽ, നീ കാണിക്കുന്ന കല്ല് അപ്പമാക്കി ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ലടാ. നീ കാണിക്കുന്ന കല്ലപ്പമാക്കി, നീ കാണിക്കുന്ന ബിസിനസ് കാണിച്ച്, നീ കാണിക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ട് ഈ ദൈവവചന ശുശ്രൂഷയെ മാറ്റിക്കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ വചനം കൊണ്ട് ജീവിക്കും. സ്വതന്ത്രം വരികയില്ലെന്ന് എനിക്കറിയാം. എന്നെ കേൾക്കുന്ന വിധത്തിൽ യേശു പറഞ്ഞ വാക്കതാണ്, നീ കാണിക്കുന്ന ഈ കല്ല് അപ്പമാക്കിക്കൊണ്ട് എന്റെ വിശപ്പടക്കി ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ കഴിഞ്ഞ 40 ദിവസം ഇരുന്നത് ദൈവത്തോടുകൂടെയാണ്. അവന്റെ വചനം ഭക്ഷിച്ചാണ് ഇരുന്നത്. ഇനിയും എനിക്ക് ആ വചനത്താൽ ജീവിക്കാൻ കഴിയും. പറയാൻ തഞ്ചനമുണ്ടോ? അതാണ് യേശുവിനെ നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്. ശക്തി വെളിപ്പെട്ടത് അവിടെയാണ്. യേശു പറയുകയാണ്, ഞാൻ വചനം കൊണ്ട് ജീവിച്ചോളാം. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ദൈവദാസന്മാർ പഠിക്കണം. പൗലോസ് പറയുന്നു, എനിക്ക് താഴ്ചയിലിരിക്കാനും അറിയാം. പക്ഷെ പിശാച് കാണിക്കുന്ന കല്ല് അപ്പമാക്കി ജീവിക്കേണ്ട ഗതികേട് ദൈവമക്കൾക്കുണ്ടാകരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് അനേകര് ദൈവദാസന്മാരെല്ലാം ഭൗതികമായ മണ്ഡലങ്ങളിൽ ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലത്. ഒരു വാക്യമുണ്ടല്ലോ, പൗലോസ് എല്ലാത്തിനും എടുക്കുന്ന ഒരു വാക്യമാണ്, പൗലോസ് കൂടാരപ്പണി ചെയ്തു. അതിന്റെ അർത്ഥം എവിടെയാണ്? അതിന്റെ പശ്ചാത്തലം എന്താണ്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ഭാഗത്ത് പോയി അവിടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഒരു കുടുംബത്തോട് ചേർന്ന് അവർ ചെയ്ത പണികൾ ചെയ്ത് സ്വല്പകാലം ജീവിച്ചു. പക്ഷെ ആയുഷ്കാലം മുഴുവൻ അതിന്റെ പുറകെ പോയില്ല. ഭൗതിക ജോലി വേണ്ടാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഭൗതിക ജോലിയിലും തൃപ്തിപ്പെടാതെ മറ്റു ബിസിനസ്സിലേക്ക് വീണ്ടും ആവർത്തിച്ച് ബിസിനസ്സിലേക്ക് പോയിക്കൊണ്ട് ഞായറാഴ്ച ദൈവദാസന്മാരാകണം, ബാക്കിയുള്ള ദിവസമൊക്കെ സൈറ്റിലാണ്. പിശാച് കാണിക്കുന്ന കല്ലുകൾ അപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് ദൈവശക്തി വെളിപ്പെടുന്നില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവിടെ വിടുകയാണ്. രണ്ടാമത്തെ വിഷയം,
അവനെ പിശാച് ഉയർത്തി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരഗ്രത്ത് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറയുകയാണ്, ആദ്യത്തിൽ പരാജയപ്പെട്ട്, കാരണം ദൈവവചനം കൊണ്ട് ജീവിച്ചോളാം അവൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് അതേ വചനത്തിൽ കയറി പിടിച്ചു, ഉയർത്തിക്കൊണ്ടുപോയിട്ട് പറയുകയാണ് താഴോട്ട് ചാടിക്കൂ. ദൈവം ഇതിലെ അതിനകത്തും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിശാചിന്റെ സ്വഭാവമാണ് പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുപോകും, പക്ഷെ മുകളിൽ ചെന്നിട്ട് പറയും താഴോട്ട് ചാടിക്കോ. ഇതാണ് പിശാചിന്റെ സ്വഭാവം. ഉയർത്തി പെട്ടെന്ന് താഴ്ത്തും. അവിടെ നാം പരാജയപ്പെടും, അവിടെ നാം ക്ഷീണിക്കും, അവിടെ നാം തളർന്നു പോകും. ഇവിടെ ഏതാ ചെയ്തത്? ഏറ്റവും ഉയർത്തിക്കൊണ്ടുപോയിട്ട് പറയാണ് താഴോട്ട് ചാടിക്കോ. പിശാചിന്റെ സ്വഭാവമാണ് ഉയർത്തിയിട്ട് താഴോട്ട് ചാടിക്കുന്ന സ്വഭാവം. എന്നാൽ ദൈവം ഉയർത്തിയാൽ ആ ഉയർത്തിയിടത്ത് തന്നെ അവൻ ഇരുത്തും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പിശാച് ഉയർത്തിയാൽ താഴോട്ട് ചാടിക്കും, ദൈവം ഉയർത്തിയാൽ ഉയർത്തിയിടത്ത് നിന്നെ സ്ഥിരമാക്കി ഇരുത്തും. ഇവിടെ വചനം കൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞവനോട് പറയുകയാണ്, നീ ഏറ്റവും മുകളിൽ കൊണ്ടിട്ട് പറയാ താഴോട്ട് ചാടിക്കൂ. വചനത്തിനകത്ത് തന്നെ ഉണ്ടല്ലോ, നീ ഇപ്പൊ പറഞ്ഞ വചനത്തിനകത്ത് തന്നെ ഉണ്ടല്ലോ, താഴോട്ട് ചാടുമ്പോൾ താങ്ങാൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്. കണ്ട് വചനത്തിൽ കൂടെ തന്നെ ഇടപെടുകയാ. ഇപ്പൊ ഞാൻ ഈ പ്രസംഗം കഴിയുമ്പോൾ ചിലരൊക്കെ വചനം കൊണ്ട് വരും. ഇത് ഇവന്റെ ആളുകൾ തന്നെയാ, ശ്രദ്ധിക്കണം. നല്ലതെടുക്കത്തില്ല, ഉടൻ വചനം ഒരു മുറിവാക്യം കൊണ്ട് വരും, ശ്രദ്ധിക്കണം. ഇവിടെയും അതാണ്, വചനം കൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് ഏറ്റവും മുകളിൽ കൊണ്ടോട്ട് പറയാ താഴോട്ട് ചാടിക്കോ. നിന്റെ വചനം തന്നെ, നീ ഭക്ഷിച്ച വചനം തന്നെ പറയുന്നുണ്ടല്ലോ താഴോട്ട് ചാടിയാൽ താങ്ങാൻ ദൂതന്മാരുണ്ടെന്ന്, അതുകൊണ്ട് ധൈര്യമായിട്ട് ചാടിക്കോ. എനിക്ക് മനസ്സിലായി, സന്തോഷിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, ഉടൻ ദൈവം പറഞ്ഞതാണ്, ദൈവം ദൂതന്മാർ ദൈവം പറയാണ്, നീ പരീക്ഷിക്കരുത്, ദൈവത്തോട് പരീക്ഷിക്കരുത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ തിരിച്ചിങ്ങനെ പറയും, അല്ല നീ പറയുമ്പോൾ ചാടാനുള്ളവനല്ല ഞാൻ. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, നീ തള്ളിയിട്ടാൽ എന്റെ ദൈവം എന്നെ താങ്ങും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നീ പറയുമ്പോ ദൈവത്തെ പരീക്ഷിക്കാനല്ല ഞാൻ ഇരിക്കുന്നത്, നീ പറയുമ്പോൾ ചാടാനല്ല ഞാൻ ഇരിക്കുന്നത്, നീ കല്ലപ്പമാകെ ജീവിച്ചോളാൻ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ചലിക്കാനല്ല ഞാൻ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ നീ എന്നെ തള്ളിയിട്ടാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്നെ താങ്ങാൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ ദൈവം കൽപ്പിക്കും. ഞാൻ വീണുപോകാതെ എന്നെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ നീ തള്ളിയിട്ടാൽ അവൻ എന്നെ താങ്ങും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവിടെയും പിശാച് പരാജയപ്പെട്ടു. മൂന്നാമത് ആരാധനയുടെ വില എനിക്ക് മനസ്സിലായത് മൂന്നാമത്തെ ദൂതില. അവനെ ആ ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ 7 ഭൂഖണ്ഡം അവനെ കാണിച്ചു കൊടുത്തു, സകല രാജ്യങ്ങളും അവനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യേ, ഇവിടെ ഇപ്പോൾ ആരുമില്ല, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന അധികാരങ്ങളും മഹത്വവും എല്ലാം ഞാൻ നിനക്ക് തരാം. ഇതെല്ലാം എന്റെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടോ, ഒരു ആരാധനയുടെ വില നിങ്ങൾ മനസ്സിലാക്കിക്കോ. 7 ഭൂഖണ്ഡവും കാണിച്ചു കൊടുത്തിട്ട്, സകല രാജ്യങ്ങളും ഒറ്റ സെക്കൻഡിൽ കാണിച്ചു കൊടുത്തിട്ട്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്ന അധികാരങ്ങൾ, നീ അതിനുവേണ്ടിയാണല്ലോ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നിനക്ക് ലഭിക്കാൻ വേണ്ടിയാണല്ലോ നീ ക്രൂശിലേക്ക് കയറാൻ പോകുന്നത്, ഈ പങ്കപ്പാട് അനുഭവിക്കാൻ പോകുന്നത്, വേദന അനുഭവിക്കാൻ പോകുന്നത്. അതൊന്നും വേണ്ട, നീ എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ ഈ അധികാരങ്ങളും ഈ മഹത്വമെല്ലാം ഞാൻ നിനക്ക് തരും. ശ്രദ്ധിക്കണം ദൈവമക്കളെ. കണ്ടോ പിശാചിന്റെ ആ അടവ് കണ്ടോ, ആരാധനയുടെ വില കണ്ടോ. ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ 7 ഭൂഖണ്ഡങ്ങളിൽ എല്ലാ അധികാരവും കാരണം. അപ്പൊ ആരാധനയ്ക്ക് എന്ത് വിലയുണ്ട്. ഉടനെ യേശു കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അതാണ് എന്റെ അകത്തുള്ളത്. എന്നെ കേൾക്കുന്ന ഇതില് അതാണ് ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ആ പത്രോസിന്റെ മുൻപിൽ കൊർന്നല്യോസ് വീണപ്പോൾ പത്രോസ് പറഞ്ഞത്, എന്നെയല്ല ആരാധിക്കേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. പൗലോസ് പറഞ്ഞു, ഞാനും നിങ്ങളെ പോലുള്ള മനുഷ്യനാണ്, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. ഒരു മനുഷ്യന്റെ മുൻപിൽ തല കുനിക്കരുത്, ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്റെ നട്ടല് കുനിയരുത്. കാരണം നിന്നെ നിവർത്തി നിർത്തുന്നത് ദൈവമാണ്, നിന്റെ തല ഉയർത്തുന്നത് ദൈവമാണ്. പിശാച് പരാജയപ്പെട്ടു. 3 ഇടങ്ങളിലും പിശാച് പരാജയപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില് ഈ പരീക്ഷണങ്ങൾ ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം പിശാചിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവശക്തി വെളിപ്പെടാത്തത്. അടുത്ത സെക്കൻഡ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വരികയാണ്. കണ്ടോ, പിതാവായ ദൈവനെ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ അഭിഷേകം ചെയ്തത് കണ്ടോ. ആത്മാവിൽ ജനിച്ചവൻ, ദൈവസന്നിധി ബോധമുണ്ടായിരുന്നു, മാതാപിതാക്കന്മാരുടെ കൂടെയായിരുന്നു,
മൂന്നാമത് ദൈവകൽപ്പനകൾ അനുസരിച്ച് അവൻ ആത്മാവിൽ നിറഞ്ഞു. ഇപ്പോൾ ദൈവത്തോട് ചേർന്നിരുന്നു, ദൈവവചനം താൻ ബലപ്പെട്ടു. അവൻ പിശാചിന്റെ പ്രവർത്തികളെ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. പിശാചിന്റെ പരീക്ഷണങ്ങളെ ജയിച്ചു. ആത്മാവിന്റെ ശക്തി പ്രാപിച്ചു. കണ്ടോ ദൈവമക്കളെ, ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് അവൻ ഇറങ്ങി വരികയാണ്. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നതുണ്ട്, അവൻ ആലയത്തിലേക്ക് ചെല്ലുന്നു. ആലയത്തിലെ പിതാവിന്റെ ആലയം, അവന് സന്നിധി ബോധമുണ്ട്, ദൈവസന്നിധിയെ ബോധമുണ്ട്. പിതാവിന്റെ ആലയമാണെന്ന് അവന് ബോധമുണ്ട്. കണ്ടോ, അവൻ ആലയത്തിലേക്ക് ചെന്നപ്പോൾ അത് കള്ളന്മാരുടെ ഗുഹയായി മാറി, ബിസിനസ്സുകാരുടെ കൂട്ടമായി മാറി. വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ അതിനകത്ത് വ്യാപരിക്കുന്നത് കണ്ടിട്ട് അവന് ആത്മാവിൽ എരിവുണ്ടായി. അതിനെല്ലാം അവൻ അടിച്ചു പുറത്താക്കുകയാണ്. കണ്ടോ, ദൈവസന്നിധിയാണുള്ള ബോധം അവനുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആത്മശക്തിയിൽ മുൻപോട്ട് ജീവിക്കുന്നവന് മാത്രമേ ദൈവസന്നിധി ബോധം ഉണ്ടാകത്തുള്ളൂ, ആത്മാവിൽ എരിവുണ്ടാകത്തുള്ളൂ. അല്ലത്തവരൊക്കെ പറഞ്ഞതാണ്, അതൊന്നും എനിക്ക് വിഷയമല്ല, പള്ളിയിൽ എന്ത് നടന്നാലും എനിക്ക് വിഷയമല്ല, ഞങ്ങൾ പോകുന്നു, നിൽക്കുന്നു, കാണുന്നു, പോകുന്നു. കഷ്ടം, കഷ്ടം. ദൈവവൈദ്യരെ തെറ്റും ശരിയും ബോധ്യമില്ലാത്ത കൂട്ടം, മലിനവും നിർമ്മലവും തമ്മിൽ വേർതിരിവ് തിരിച്ചറിയാത്ത കൂട്ടം. ഈ കാലഘട്ടത്തിലെ കൂട്ടങ്ങളൊക്കെ അങ്ങനെയായി മാറി. ആത്മാവിന്റെ എരിവ് നഷ്ടപ്പെട്ടു. ആലയത്തിലെ മ്ലേച്ഛത കണ്ടിട്ട് അതിനകത്തിരുന്ന് സ്വോത്രം ചെയ്ത് മടങ്ങിപ്പോകുന്ന കൂട്ടമായി മാറി. കൊരിന്ത്യ സഭയെ പോലെ കൃപാവരങ്ങളൊക്കെ ജ്വലിപ്പിക്കുന്നുണ്ട്, വലിയ പാട്ടും പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഭിന്നതയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് നിങ്ങളെ ആത്മീയരെന്ന് വിളിക്കാൻ കഴിയില്ല, എനിക്ക് നിങ്ങളെ ഇവിടെ ആത്മീയരെന്ന പോലെ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ ജഡീകന്മാരാണ്, വളർച്ചയില്ലാത്തവരാണ്. കണ്ടോ, ദൈവമക്കളെ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ട്, ദൈവസന്നിധി 12-ാമത്തെ വയസ്സിൽ എന്റെ പിതാവിന്റെ ആലയമാണെന്ന് ബോധ്യമുള്ളവൻ ഇപ്പോൾ 30-ാമത്തെ വയസ്സിലും അവന് പറയുകയാണ്, എന്റെ പിതാവിന്റെ ആലയം അത് പ്രാർത്ഥനാലയമാണ്, അത് കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ മാറ്റിയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലയത്തെ അവൻ ശുദ്ധീകരിക്കുന്നുണ്ട്. ദൈവസന്നിധി ബോധം അവൻ ഇപ്പോഴുമുണ്ട്. പിന്നീട് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ നോക്കിയാട്ടെ, പത്രോസ് അവന്റെ അടുക്കൽ വന്നു വീണ്ടും പരീക്ഷിക്കാൻ വരികയാണ്. ആത്മശക്തിയുള്ളവനെ പരീക്ഷിക്കാൻ വരികയാണ്. മുമ്പേ ആത്മനിറവുള്ളവനെ പരീക്ഷിക്കാൻ പിശാച് വന്നു. ഇപ്പോൾ ആത്മശക്തിയുള്ളവനെ പരീക്ഷിക്കുവാൻ സർപ്പത്തിന്റെ രൂപത്തിലല്ല, ഇപ്പോൾ ഏറ്റവും അടുത്ത ശിഷ്യനായ പത്രോസിന്റെ രൂപത്തിൽ വരികയാണ്. താൻ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള ആ അനുഭവം വിവരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് അവനെ മാറ്റി വിളിച്ചുകൊണ്ട് പറയാണ്, ഇല്ല, നീ അങ്ങനെ ക്രൂശിക്കപ്പെടരുത്, നീ ക്രൂശിക്കപ്പെടരുത്. ഇപ്പോൾ വലിയ സമൂഹം നിന്റെ കൂടെയുണ്ട്, വലിയ പുരുഷാരം നിന്റെ കൂടെയുണ്ട്, നിന്റെ പ്രസംഗം കേൾക്കാൻ വലിയ ജനക്കൂട്ടം വരുന്നുണ്ട്. ഈ അവസ്ഥ നഷ്ടപ്പെടുത്താതെ, ഇനി ക്രൂശിലേക്ക് പോകാതെ ഈ അനുഭവത്തിൽ നിന്ന് നിൽക്ക്, ഈ ഭൗതികമായ മണ്ഡലത്തിൽ നിൽക്ക്. ആത്മീയമായ അനുഭവങ്ങൾ വേണ്ട, ഭൗതികമായ മണ്ഡലത്തിൽ നിൽക്കാൻ പറഞ്ഞ് ഉപദേശിക്കുന്ന പത്രോസിന്റെ അടുക്കലേക്ക് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, സാത്താനെ എന്നെ വിട്ടുപോ. തിരിച്ചറിഞ്ഞു. ആത്മശക്തിയുള്ളവന് മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ. സാത്താനെ എന്നെ വിട്ടുപോ. തുടക്കത്തിൽ പിശാച് വെളിപ്പെട്ടതുപോലെ ഇപ്പോൾ നോക്കിയാട്ടെ, പത്രോസിന്റെ രൂപത്തിൽ പിശാച് വെളിപ്പെടുകയാണ്. രണ്ടും ഒരേ ലക്ഷ്യമാണ്. ദൈവം എന്തിനു വേണ്ടി അയച്ചോ ആ അനുഭവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക. അന്ന് അപ്പം കാണിച്ചാണെങ്കിൽ, വിശപ്പിനുള്ള അപ്പം വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ പുരുഷാരമുണ്ട്, ഭയങ്കര ശുശ്രൂഷയിപ്പോൾ മരിച്ചവർ ഉയർക്കുന്നു, വലിയ ജനക്കൂട്ടം അവൻ എവിടെ ഉണ്ടായിരുന്നാലും വലിയ പുരുഷാരം കടന്നു വരുന്നു. എല്ലാവരും അവനെ ബഹുമാനിക്കുന്നു, എല്ലാവരും ഹോസന്ന പാടുന്നു. കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി രാജാവിന് ഹോസന്ന പാടുന്നു. ഈ അന്തരീക്ഷം നഷ്ടപ്പെടുത്തരുത്. ഇതാണ് ഇഷ്ടം, നല്ലത് നോക്കണം. ഇതാണ് നല്ലത്. ഈ ഭൗതിക മണ്ഡലങ്ങൾ, അതിന്റെ ഉയർച്ചകൾ, ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിൽ നമ്മളായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വിധത്തിന് പൈതലേ, ഇവിടെ വേരുറപ്പിക്കുന്ന ഭൗതിക മണ്ഡലങ്ങൾ വേരുറപ്പിക്കുന്ന അനുഭവങ്ങൾ, പ്രസംഗങ്ങൾ, പ്രവചനങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സാധാന്യമാണെന്ന് തിരിച്ചറിയാത്ത ആത്മശക്തിയില്ലാത്ത ഒരു കൂട്ടമായി നമ്മൾ മാറി. എന്നാൽ ആത്മശക്തിയിൽ നടന്ന യേശു കർത്താവ്, സ്വന്തം ശിഷ്യൻ, തനിക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ശിഷ്യൻ, ആ രൂപം വെളിപ്പെടുത്തിയപ്പോൾ, ആ പഴയ പിശാചിന്റെ ചിന്ത വെളിപ്പെടുത്തിയപ്പോൾ, പോ സാത്താനെ, എന്നെ വിട്ടുപോ,
കണ്ടോ? വിളിച്ച വിളി നിങ്ങൾ കേട്ടോ? ശാസിച്ച ശാസനം നിങ്ങൾ കേട്ടോ? ഭൗതിക മണ്ഡലമല്ല എന്റെ വിഷയം. എന്റെ വിഷയം പിതാവിനെ അയച്ചത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യം, വിളിയുടെ പിന്നിലുള്ള ആശ തിരിച്ചറിഞ്ഞ യേശു ആ പിശാചിന്റെ പ്രവൃത്തിയെ ശാസിക്കുകയാണ്, അവന്റെ ചിന്തയെ ശാസിക്കുകയാണ്. പിന്നീട് ഗെത്സമനയിലേക്ക് കയറി. ഈ വേദന സഹിക്കാൻ കഴിയാതെ, ക്രൂശിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് അവൻ പിതാവിനോട് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിക്കളയണമേ. പെട്ടെന്ന് അവന് ബോധ്യം വന്നു അത് പിശാചിന്റെ ചിന്തയാണ്. ഉടനെ അവൻ തിരുത്തി പറഞ്ഞു, ഇല്ല, നിന്റെ ഇഷ്ടം നിറവേറണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണം. ദൈവപൈതലേ, ശ്രദ്ധിക്ക്, എന്താണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് ശ്രദ്ധിക്ക്. എന്താണ് എന്നെ വിളിച്ചതിന്റെ പിൻപിലുള്ള ദൈവത്തിന്റെ ആശയം മനസ്സിലാക്കി ബോധ്യപ്പെട്. ആ അനുഭവങ്ങളിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളിൽ അതിനെ ശാസിച്ചകറ്റിക്കൊണ്ട് ആത്മാവിന്റെ നിറവിൽ ജീവിക്ക്. അവിടെയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അപ്പോഴും അവൻ ദൈവസന്നിധി ബോധമുണ്ടായിരുന്നു. ഗെത്സമനയിലും ദൈവസന്നിധിയാണെന്നുള്ള ബോധമുണ്ടായിരുന്നു. പത്രോസ് ഇറങ്ങിയ ആ കൂട്ടത്തിലും ദൈവസന്നിധിയാണെന്നുള്ള ബോധമുണ്ടായിരുന്നു. രണ്ടാമത് മാതാപിതാക്കന്മാരോടുള്ള ആ ആദരവ്, ആ ബഹുമാനം നഷ്ടപ്പെടുത്തിയില്ല, ആ കരുതൽ നഷ്ടപ്പെടുത്തിയില്ല. ആ ക്രൂശിൽ കയറി കിടക്കുമ്പോഴും ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യനെ അടുക്കൽ വിളിച്ചിട്ട് പറയാണ്, ആ അമ്മയെ നോക്കിക്കൊണ്ട് പറയാണ്, ഇതാ നിന്റെ അമ്മ. ദൈവവിതലേ, ഇതാ നിന്റെ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 12ാമത്തെ വയസ്സിൽ അമ്മയപ്പന്മാരുടെ കൂടെ ആലയത്തിലേക്ക് പോയവൻ, 30 വയസ്സ് വരെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നവൻ, ഇപ്പോഴും ക്രൂശിലും തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോഴും അമ്മയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, രക്തബന്ധങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, മാതാപിതാക്കന്മാരെ അവഗണിച്ചുകൊണ്ടല്ല, ആ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. കരുതി കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം 23-ാം വാക്യം 24-ാം വാക്യത്തിൽ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു പ്രസംഗമാണ്. എന്നിട്ട് അടുത്ത വാക്ക്, ദൈവമോ മരണഭാഷങ്ങളെ അഴിപ്പിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ വാക്യം ശ്രദ്ധിക്കണം. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് വേണമെങ്കിൽ ആത്മശക്തികൾ ജീവിക്കണം. എവിടെയെങ്കിലും പിശാച് നമ്മളെ നിശ്ചലമാക്കിയിട്ടുണ്ടെങ്കിൽ, മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു തരത്തിൽ നമ്മളെ നിശ്ചലമാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വഴി അടച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ ഉയർപ്പിക്കണമെങ്കിൽ ഒന്ന്, ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ദൈവ സാന്നിധ്യം നമുക്കുണ്ടായിരിക്കണം, ദൈവസന്നിധി ബോധം നമുക്കുണ്ടായിരിക്കണം. 2, ദൈവം തന്നിരിക്കുന്ന മാതാപിതാക്കന്മാരെ, രക്തബന്ധങ്ങളെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, കരുതുവാൻ അവസാന നിമിഷം വരെ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിഷയങ്ങൾ വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ ഉയർപ്പിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ വാക്കിലെ അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മേലിലെ യേശുവിനെ പഠിക്കേ, യേശുവിനെ നോക്ക്. ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറയുന്നതിന് പിൻപിൽ അവൻ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. ആത്മാവിൽ നിറയുന്നതിന് പിൻപിൽ അവൻ ദൈവസന്നിധി ബോധമുണ്ടായിരുന്നു. അവന്റെ കൂട്ടായ്മകൾ വെറുമൊരു കൂട്ടമല്ല, അത് ദൈവസന്നിധിയാണ്, പിതാവിന്റെ സന്നിധിയാണ്, പിതാവിന്റെ ആലയമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിച്ചു. പിശാച് കാണിക്കുന്ന നന്മയുടെ പുറകെ പോകാതെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് പ്രാമുഖ്യം കൊടുത്തു. അടുത്തത്, ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടെ അവൻ ജീവിച്ചു. അവസാന നിമിഷം മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചു, ആദരിച്ചു, അവർക്ക് വേണ്ടി കരുതൽ അത് വെളിപ്പെടുത്തി. അവനെയാണ് പിതാവായ ദൈവം മരണവാസങ്ങളെ അഴിപ്പിച്ച് അവനെ ഉയർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഉയർപ്പ് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ എത്രയോ ഉയർപ്പ് ആവശ്യമായിട്ടുണ്ട്. ഉയർപ്പെന്ന് പറയുന്നത് നിശ്ചലമായ അനുഭവമാണ്. അതിൽ നിന്നൊരു ജീവൻ വരുന്ന അനുഭവമാണ് ഉയർപ്പെന്ന് പറയുന്നത്. മരിച്ച അവസ്ഥയാണ്, അതിൽ നിന്നാണ് നമുക്കൊരു ഉയർപ്പ് വെളിപ്പെടേണ്ടത്. നിശ്ചലമാക്കപ്പെട്ട അവസ്ഥ, മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, തകർന്നു കിടക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉയർപ്പ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഒരു ഉയർപ്പ് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വെളിപ്പെടണമെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്ന് ഒരു ഉയർപ്പ് വെളിപ്പെടണമെങ്കിൽ നമുക്കൊന്ന് ദൈവ സാന്നിധ്യ ബോധമുണ്ടായിരിക്കണം. 2, ദൈവം തന്നിരിക്കുന്ന
കൽപ്പനകൾ അനുസരിക്കുവാൻ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവം അവന്റെ ആത്മാവിനാൽ നമ്മളെ ഉയർപ്പിക്കത്തുള്ളൂ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊരു ഉണർവ് തരുന്ന ഒരു പ്രസംഗമല്ല, പക്ഷെ എന്റെ ഹൃദയത്തിന് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന ദൂതാണ്. ഈ കാലയളവിൽ നമുക്ക് ആവശ്യം പശ്ചാത്തല സംഗീതങ്ങളല്ല, പശ്ചാത്തലങ്ങളല്ല, ഭൗതികമായ മണ്ഡലങ്ങളല്ല. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പെന്തക്കോസ്തിന്റെ വിശേഷത ഒരിക്കൽ കൂടെ പറയാം, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുണ്ട് യേശുവിന്റെ നാമം എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കണമെങ്കിൽ ആത്മനിയന്ത്രണത്തിൽ നടക്കണം. ആത്മനിയോഗമുള്ളിടത്ത് മാത്രമേ, ആത്മാവിന്റെ ശക്തി ഉള്ളിടത്ത് മാത്രമേ യേശുവിന്റെ നാമത്തെ ഉയർത്താൻ കഴിയത്തുള്ളൂ. ആ നാമമാണ് നമ്മുടെ ജയത്തിന്റെ കൊടി. കണ്ണുകളെ അടച്ചാട്ടെ. ഒരു ഉയർപ്പ് നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ദിവസങ്ങൾ ഒരുങ്ങാം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്റെ കുടുംബം ആത്മാവിൽ നിയന്ത്രണത്തിലാകണം, എന്റെ തലമുറകൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകണം, ഞാൻ എന്റെ കൂടിവരവുകൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകണം. ബുദ്ധിമണ്ഡലങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നുവെന്ന്. അതാണ് പാട്ട് തുടക്കത്തിൽ പാടിയത്. എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു, നിന്റെ വചനത്താൽ എന്നെ ശക്തീകരിക്കണം, നിന്റെ ആത്മാവിനാൽ എന്നെ നയിക്കണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു ആത്മനിയന്ത്രണം എനിക്ക് ആവശ്യമാണ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കേണ്ട അനുഭവങ്ങൾ എനിക്ക് ആവശ്യമാണ്. അതിനൊരാത്മശക്തി എനിക്ക് ആവശ്യമാണ്. പിശാച് മുൻപിൽ കൊണ്ടുവരുന്ന പ്രതികൂലവും അനുകൂലവുമായിരിക്കുന്ന അനുഭവങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, ദൈവസാന്നിധ്യം അനുഭവിച്ചു നിൽക്കുവാൻ എനിക്ക് കൃപ ആവശ്യമാണ്. എത്ര പേർക്ക് ആവശ്യമുണ്ട്? നിങ്ങളുടെ കരങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ഉയർത്തിയാട്ട് ആ കരങ്ങളെ സ്വർഗം കാണുന്നുണ്ട്. ആ ഉയർത്തപ്പെട്ട കരങ്ങൾ കർത്താവിന്റെ കരം വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുക്കരങ്ങളിലേക്ക് ഈ കൂടിവരവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ പ്രേരണനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നത് കർത്താവേ ഒരു പ്രസംഗം കേട്ട് മടങ്ങിപ്പോകുവാനല്ല, ഒരാത്മശക്തിയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പതിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ, മാതാപിതാക്കന്മാരുടെ കൂടെ അവരറിഞ്ഞ അനുഭവം, ആ അനുഭവം പങ്കിട്ടുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളുടെ തലമുറകളെ സഹായിക്കണമേ കർത്താവേ. ഈ ദിവസങ്ങൾ കർത്താവെ ആത്മശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടമായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പിശാച് കാണിക്കുന്ന കല്ലപ്പമാക്കി ജീവിക്കുവാനല്ല, ആ ഗതികേടിലേക്ക് പോകാതെ ദൈവവചനത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ടുണ്ടായിരുന്നോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നിനും ഒരു മുട്ടുമില്ല എന്ന് ശിഷ്യന്മാർ ആവർത്തിച്ച് പറഞ്ഞതുപോലെ, ഉയർത്തി പറഞ്ഞതുപോലെ, കർത്താവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, വേറൊന്നും ഇല്ല, മതിയാകില്ല എന്ന് പറഞ്ഞതുപോലെ, യേശുവാണ് ഞങ്ങളുടെ നമ്പർ എന്ന് പറയുവാൻ, അവനെ ഞങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുവാൻ, അവന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ ശക്തിയുള്ളവനാണെന്ന് പറയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഈ കൂട്ടത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിവരവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വരുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ മണ്ഡലങ്ങളും തുറന്നുകൊടുത്ത് ആത്മാവിന്റെ ശക്തി പകർന്നുകൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പോരുകളെ ശാസിക്കുന്നു. രോഗബന്ധനങ്ങളെ അഴിച്ചു കളയുകയാണ്. പിശാചിന്റെ പ്രവൃത്തികളെല്ലാം അഴിച്ചു കളയുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മുഴുവൻ മഹത്വം യേശു കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, 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 അമേൻ. താങ്ക് യു പാസ്റ്റർ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഈ രാത്രികാലവും ഹല്ലേലൂയ ദേവദാസിൽ കൂടെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പിന്നെയും അധികമായി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ അവരെ കുടുംബമായിട്ട് കർത്താവ് സഹായിക്കട്ടെ. മിനിസ്ട്രികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് കേട്ടത് അപ്പോസ്തല പ്രവൃത്തി 10:38 ആധാരമാക്കിയാണല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാമും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ ആയിരിക്കണം, നമ്മുടെ സഭയായിരിക്കണം നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് അന്യഭാഷ അടയാളമായിട്ട് ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഭയം ജീവിതത്തിൽ നിന്ന് മാറും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വലിയവരാണെന്നുള്ള ചിന്തയോ അസൂയയോ ഇതൊക്കെ മാറിയിട്ട് ദൈവ സ്വഭാവമുള്ളവരായിട്ട്, ഏക സ്വഭാവമുള്ളവരായിട്ട് നമ്മളായിത്തീരും. നമ്മൾ കേട്ടല്ലോ, ഭൗതികമായ ചിന്തകൾക്കപ്പുറമായിട്ട് കർത്താവിനെ ഉയർത്തുവാനും ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാനും വണങ്ങുവാനും ഒക്കെ നമുക്ക് കഴിയും. മനുഷ്യരെ ഉയർത്തുവാൻ ഇടയാകാതെ, വിഗ്രഹങ്ങളെ ആരാധിപ്പാൻ ഇടയാകാതെ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ, ദൈവദാസന്മാരെ ഉയർത്തുവാനല്ല ദൈവത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാല്
നമുക്കറിയാം യേശുവും ശിഷ്യന്മാരും അത്ഭുതങ്ങളൊക്കെ ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴാണല്ലോ. ആ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് പ്രാപിപ്പാൻ, ഭയപ്പെടാതെ നിൽപ്പാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തെക്കാൾ വലുതായി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകാതെ ഹല്ലേലൂയ ദൈവത്തില് ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പരാജയങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഒക്കെ ഇടയാകത്തുള്ളല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്യാവശ്യമായിരിക്കാൽ ആത്മാവില് നമുക്ക് ജനിക്കണം. ദൈവസന്നിധിയില് ഹല്ലേലൂയ കർത്താവ് ആത്മാവ് യേശു നമുക്കറിയാം ആലയത്തിൽ പോയപ്പോൾ യേശു കർത്താവ് തന്റെ മാതാപിതാക്കളോടൊപ്പം ആലയത്തിൽ പോയതായിട്ടൊക്കെ നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ അതുപോലെ നമ്മൾ നമ്മുടെ തലമുറകളോട് ഒരുമിച്ച് ദൈവാലയത്തിൽ പോകുവാനും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ കീഴ്പ്പെട്ടിരുന്നതായിട്ട് കർത്താവിന്റെ ദാസനെ കൂടെ നമ്മൾ കേട്ടു. യേശു കർത്താവ് ഹല്ലേലൂയ കീഴ്പ്പെട്ടിരുന്നതായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് പിശാചിനോട് എതിർത്ത് നിന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമെന്ന് നമ്മൾ കേട്ടല്ലോ. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പിശാചിനെ തോൽപ്പിക്കേണ്ടവരാണ്. ഹല്ലേലൂയ അത് നമുക്ക് ചെയ്യുവാന് നമ്മുടെ കർത്താവ് അത് ചെയ്തതായിട്ട് പരീക്ഷയിലെല്ലാം പിശാചിനെ തോൽപ്പിച്ച് ദൈവത്തിന്റെ വചനം എടുത്ത് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ജയിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങള് അങ്ങനെ ആയിത്തീരട്ടെ, നമ്മുടെ സഭ അങ്ങനെ ആയിത്തീരട്ടെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെ ആയിത്തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ദിവസങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണല്ലോ. ഓരോ ദിവസവും ജീവിപ്പാന് എങ്ങനെ ജീവിക്കണം, എപ്രകാരം ജീവിക്കണം, ശബ്ദം കേൾക്കുവാന്, നമ്മുടെ ജീവിതത്തിലുള്ള ഭയങ്ങൾ മാറി, ഭീതി മാറി ഹല്ലേലൂയ നമുക്ക് ധൈര്യം ഉണ്ടാകുവാന് ദിവസങ്ങളില് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തില് കഴിഞ്ഞ നാളുകളിലേക്കാൾ അധികമായി ആമേൻ ഹല്ലേലൂയ അത് പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമ്മളെല്ലാം ദൈവം സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം രാത്രികാലം കേട്ട വചനത്തിന് മുമ്പിൽ എന്നെയും താഴ്ത്തി സമർപ്പിക്കുകയാണ്. പലപ്പോഴും വേണ്ടതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ അനുസരിച്ച് നടക്കുവാനോ അത് പ്രകാരം ജീവിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള കുറവുകള് എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ കുടുംബത്തെയും ഹല്ലേലൂയ അതിനുവേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെയും അതിലെ ഓരോ ദിവസവും മുമ്പോട്ട് ദൈവപരിശുദ്ധാത്മാവിനാല് ലീഡ് ചെയ്യപ്പെട്ടവരായിട്ട് നടപ്പാന് നമ്മുടെ കൂട്ടായ്മകളെല്ലാം അങ്ങനെ ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദേവദാസിനെയും കുടുംബത്തെ കുറിച്ച് നമുക്ക് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.